കാര്യം ഇന്ന് നല്ല ഒന്നാന്തരം ഒരു തിങ്കളാഴ്ചയാണ്. എല്ലാം കൊണ്ടും ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ പറ്റിയ ഡേ. പക്ഷെ എനിക്ക് ഇന്ന് നല്ല മടി. പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. റെഡി ആവാൻ അത്രയ്ക്ക് കൂടി തോന്നുന്നില്ല. ഓഫീസിനെ പറ്റി ആലോചിക്കാനേ വയ്യ. പിന്നെ നാട്ടിൽ പോണ മുന്നേ കുറച്ച് ചെടികൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. കുറെ നാളായിട്ട് ഉണ്ടാക്കാന്ന് ഓർത്ത ആ കുക്കർ ബിരിയാണി വെക്കണമെന്ന്. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എന്താണ്, ഇന്ന് നമ്മൾ ലീവ് എടുക്കുന്നു. പിന്നല്ല അല്ല അത്രയ്ക്ക് സന്തോഷിക്കാനൊന്നുമില്ല. കുറെ പണി ചെയ്യാനുണ്ട്. ഇതൊക്കെ ചെയ്യാൻ ഒരാളെ നിർത്തിയാൽ മതിയെന്ന് പലപ്പോഴും ഓർക്കും. അങ്ങനെ നിർത്താത്തതിന്റെ കാര്യം, അങ്ങനെ ഒരാൾ വന്നാൽ പിന്നെ അമ്മയുമായിട്ട് സെറ്റായിട്ട് എന്റെ എല്ലാ കാര്യവും വീട്ടിലറിയിക്കുന്ന മെസ്സഞ്ചർ ആയിട്ട് മാറും സെർവന്റ്. പിന്നെ ആവശ്യമില്ലാത്ത കെയറും ചോദ്യങ്ങളും നാട്ടുകാർ ചോദിക്കുന്നത് പോരാതെ വീട്ടിലും കയറി വരുമ്പോ തന്നെ എന്താ മോളെ കല്യാണം ഒന്നും നോക്കണില്ലേ എന്നുള്ള ചോദ്യം കൂടി കേൾക്കാൻ എനിക്ക് വയ്യ. സോ ആ പ്ലാൻ അങ്ങനെ ഡ്രോപ്ഡ്. പക്ഷെ നമുക്ക് ചെയ്യാൻ വേറൊരു നല്ല രസമുള്ള പരിപാടി ഉണ്ടല്ലോ. എന്താ അത്? അത് തന്നെ നമ്മുടെ ആമിയുടെ ഡയറി. ഇന്നിങ്ങനെ രാവിലെ എണീക്കാനേ തോന്നണില്ലാലോ. സൂര്യൻ വന്ന് മുഖത്തടിച്ചിട്ടും എണീക്കാനേ പറ്റണില്ല. ഇതെന്നതാ പോലും ഇതിനു മാത്രം ക്ഷീണം. തലയൊക്കെ കറങ്ങണ പോലെയൊക്കെ തോന്നുക. ആ ഇപ്പോൾ അല്ലേ മനസ്സിലായത്, മാസം മാസം ആമിക്ക് ജീവനുണ്ടെന്ന് ഉറപ്പിക്കാൻ വന്ന ചവപ്പയമാൻ. ഇപ്പം കാര്യത്തിനൊക്കെ ഒരു തീരുമാനമായി. ഇനിയിപ്പം 3-4 ദിവസം ചത്തേ ചടഞ്ഞേ എന്നൊക്കെ പറഞ്ഞിരിക്കാം. ഇന്ന് വീട്ടിൽ പോയിട്ട് അതൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടണം എന്ന് ഓർത്തതാ. ഇനിയിപ്പോൾ അതൊന്നും നടക്കത്തില്ല. വെറുതെ പൊതച്ച് മൂടി കിടക്കേണ്ടി വരും. പക്ഷേ ഇല്ല, എണീക്കണം, അതൊക്കെ ചെയ്യണം. അങ്ങനെ ഷടേന്ന് എണീറ്റ് കുളിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ചീരുമുത്തശ്ശി പീടികയിൽ പോകാൻ നിൽക്കുക. കൂടെ വരാൻ പറഞ്ഞപ്പോൾ ഞാനങ്ങ് മുങ്ങി. മുത്തശ്ശിയുടെ കൂടെ പോയാൽ ഓരോ വീടിൻ്റെയും മുന്നിൽ മിണ്ടിയും പറഞ്ഞ് ഒരു കുറച്ച് സമയം പോക്കാം. എന്നിട്ട് സാധനമൊക്കെ വാങ്ങി വീട്ടിൽ വരുമ്പോഴേക്കും കുളിച്ച് വിളക്ക് വെക്കാൻ സമയമാവും. അതാണ് കഥ. അപ്പം പിന്നെ മുത്തശ്ശി പോയിട്ട് ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു. അത്രയും നേരം അച്ഛനും അമ്മയും വേദന നിറഞ്ഞ ഓർമ്മയായിട്ട് എൻ്റെ ഉള്ളിലില്ലായിരുന്നു. പക്ഷെ വീട്ടിലേക്ക് ഓരോ ചൂട് വെക്കുമ്പോഴും അവരിങ്ങനെ എന്നിൽ തെങ്ങി നിറയണ പോലെ ഒരു തോന്നൽ. പതിയെ വീട് തുറന്ന് അകത്ത് കയറി. ഉച്ചയോടെ അടുക്കണ നേരമായിട്ടും വീടിൻ്റെ ഉള്ളിൽ പ്രകാശമില്ല, ഒട്ടും വെളിച്ചമില്ല. ചെന്ന് ജനാലയൊക്കെ തുറന്നിട്ടപ്പോൾ മടിച്ച് മടിച്ച് സൂര്യനകത്തേക്ക് വന്നു. അഴയിൽ അമ്മയുടെ പുതിയ മഞ്ഞസാരി, അച്ഛൻ്റെ തോർത്തും കുപ്പായും ഒക്കെ ഇങ്ങനെ. അതൊക്കെ വാരിയെടുത്ത് കുറേ കരഞ്ഞു. ഒറ്റയ്ക്കാക്കി പോയതിൻ്റെ സങ്കടം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് എണീറ്റ് അവിടെയൊക്കെ നല്ല മെനയാക്കി ഇട്ടു. ഇനി ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ നേരെ ഇറങ്ങി. കാവിൽ പോകാൻ പറ്റില്ലല്ലോ, മാസം മുറയല്ലേ. കയറി നിറഞ്ഞ അമ്മ എന്നെ കൊന്നുകളയും. അതുകൊണ്ട് പുഴക്കരയിൽ പോയിരിക്കാം. ഈ സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ല. പെണ്ണുമുള്ളേനെ പേടിച്ച് കള്ളു കുടിക്കാൻ വന്നിരിക്കുന്ന അന്തോണിച്ചായനൊക്കെ വരുമ്പോൾ വൈകുന്നേരമാവും. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കാന്ന് ഇങ്ങനെ ഓർത്തു. പുഴക്കരയിൽ ഉരുളംപാറയിൽ ഇരിക്കുമ്പോൾ മനസ്സിൽ എന്തോ ഒരു തണുപ്പ്, ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ. മെല്ലെ ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു കരച്ചിൽ പോലെ എന്തോ ഞാൻ കേട്ടു. ഞാൻ ഞെട്ടി. ശബ്ദം എവിടെ നിന്ന് വന്നു എന്നൊന്നും മനസ്സിലായില്ല. ഒന്നുകൂടെ സൂക്ഷിച്ച് കേൾക്കാൻ നോക്കി. പക്ഷെ ഒരു മൂളൽ മാത്രമേ കേൾക്കാനുള്ളൂ. ചെറുതായിട്ട് പേടി വരാൻ തുടങ്ങി. മെല്ലെ എണീറ്റ് അവിടുന്ന് പോവാൻ തുടങ്ങിയപ്പോഴാണ് ആ കാഴ്ച കണ്ടേ. 2 കൈകൾ ഇങ്ങനെ ആലിൻ്റെ വേരിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നു. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഈ സമയത്ത് കാവിൽ കയറിയ ദേവകോപം ഉണ്ടാവും. പക്ഷെ ഒരു മനുഷ്യൻ അങ്ങനെ കിടക്കുമ്പോൾ എങ്ങനാ? മനസ്സിലാകെ ഒരു വിഷമം. ഒന്നും കാണാത്ത പോലെ വീട്ടിലേക്ക് പോയാലോ? പക്ഷേ വീട്ടിൽ ചെന്നാൽ എങ്ങനെ മനസ്സമാധാനത്തിലിരിക്കും? എന്തെങ്കിലും ആയിക്കോട്ടെ, ദേവകോപമെങ്കിൽ ദേവകോപം. രണ്ടും കൽപ്പിച്ച് ഞാൻ കാവിൻ്റെ ഉള്ളിലേക്ക് കയറി. ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു. നേരത്തെ ഒരു ശബ്ദം മാത്രമേ ഇപ്പോൾ കേൾക്കാനുള്ളൂ. മെല്ലെ അയാളുടെ കൈത്തണ്ടയിൽ ഞാൻ തൊട്ടു. പെട്ടെന്ന് എന്തോ ഒരു ഇടിമിന്നലേറ്റ പോലെ ഒരു തോന്നൽ. അത്രയും പൊള്ളുന്ന ചൂടിലും എൻ്റെ ദേഹം മുഴുവൻ മഞ്ഞ് കോറിയിടും പോലെ ഒരു കുളിർ. എൻ്റെ സർവ്വശക്തി എടുത്ത് ഞാൻ അയാളെ വലിച്ചു. അയാളുടെ വേദന നിറഞ്ഞ കരച്ചിൽ എനിക്ക് കേൾക്കാം. എന്തൊക്കെ വേദനയായാലും ജീവനാണല്ലോ കൂടുതൽ കാര്യം. ഒരു വിധത്തിൽ അയാളെ ഞാൻ വലിച്ച് കാവിൻ്റെ വിളക്ക് കല്ലിൻ്റെ അവിടെ എത്തിച്ചു. എൻ്റെ കൈയും എവിടെയൊക്കെയോ മുറിഞ്ഞിട്ടുണ്ട്. നല്ല വേദന. അറിയാതെ അവിടെ തൊട്ടപ്പോൾ ഞാനും കരഞ്ഞുപോയി. അത് കേട്ട് ഞെട്ടിത്തെറിച്ച് അയാൾ എന്നെ നോക്കി. ആ മനുഷ്യനെ കണ്ട് ഞാൻ ഞെട്ടി. എല്ലാവരും പറഞ്ഞ നീല കണ്ണുള്ള മനുഷ്യൻ. മുഷിഞ്ഞ താടിയും നീളം മുടിയും നല്ല ഉയരമൊക്കെ കൂടി ആളൊരു ഗന്ധർവനെ പോലെ. നോക്കിയിട്ട് കണ്ണെടുക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചേലുണ്ട്.
എന്തോ തെളിച്ചമുണ്ട് അയാൾക്ക്. എന്തെങ്കിലും പറ്റുമോയെന്ന് അയാൾ ചോദിച്ചു എന്നോട്. പക്ഷെ ആ ചോദ്യം കേൾക്കാൻ പോലും വയ്യാത്ത പോലെ ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു. എൻ്റെ മുഖത്ത് വന്ന് ഞൊട്ടിയിട്ട് അയാൾ ഒന്നുകൂടെ ചോദിച്ചു. ഒന്നും പറ്റിയില്ല എന്ന് ഞാൻ മറുപടിയും കൊടുത്തു. എങ്ങനെ അവിടെ വന്ന് വീണേന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറയുക, ഈ മരത്തിൻ്റെ ചോട്ടിൽ ഈ കല്ലുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചത് ആരാ, മനുഷ്യർക്ക് നടക്കണ്ടേ എന്ന്. ദേവിയാണ് അയാൾ കല്ലെന്ന് വിളിച്ചത്. പെട്ടെന്ന് ഞാൻ അയാളുടെ വാ പൊത്തി. ഒന്നും മിണ്ടല്ലെന്ന് പറഞ്ഞ് കുറേ കെഞ്ചി. അയാളുടെ കണ്ണ് നേരെ എൻ്റെ കണ്ണിലേക്ക് ഉടക്കി. അയാളുടെ കണ്ണുകൾക്ക് എന്തൊക്കെയോ കഥകൾ പറയാനുള്ള പോലെ. മെല്ലെ അയാളുടെ നെഞ്ചിരിപ്പ് കൂടുന്ന പോലെ തോന്നി എനിക്ക്. ഞാനും വല്ലാണ്ട് വേർത്തു. പെട്ടെന്നൊരു ഇടി വെട്ടി. അതിൻ്റെ ഒച്ചയിൽ ഞാൻ അയാളുടെ മുഖത്തുനിന്ന് കൈയെടുത്തു. തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത രീതിക്ക് ഞാൻ ഓടി. പക്ഷെ മനസ്സ് ഓടാൻ കരുതിയ പോലെ കാലെത്തിയില്ല. വഴുക്കം പാറയിൽ തെന്നി അലച്ച് ഞാൻ വീണു. അയാൾ ഓടി വന്ന് എൻ്റെ കാലിൽ തൊട്ടു. കൊലുസ് മെല്ലെ മാറ്റി മുറിവ് നോക്കി. അയാളുടെ ഓരോ സ്പർശത്തിലും നോട്ടത്തിലും എനിക്കെന്തോ സംഭവിക്കുന്ന പോലെ തോന്നി. വേഗം തന്നെ വെള്ളം കൊണ്ട് എൻ്റെ മുറിവ് കഴുകി പച്ച കയ്യിലിട്ട് തിരുമ്മി തേച്ചു അയാൾ. ഉടുത്തിരുന്ന കുപ്പായത്തിൻ്റെ ഒരു കഷ്ണം കീറിയെടുത്ത് എൻ്റെ മുറിവ് കെട്ടി. ഈ നേരം അത്രയും അയാൾ എൻ്റെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നു. ഞാൻ വേഗം എണീറ്റു. അയാൾ പറഞ്ഞു, ഇപ്പം കുഴപ്പമില്ല, താൻ എന്നെ ഒന്ന് രക്ഷിച്ചു, ഞാൻ തന്നെയും, അപ്പം നമ്മൾ സമാസമം. എന്നിട്ടൊരു ചിരിയും. ഒരുപാട് ചന്ദ്രൻ ഒന്നിച്ചുയർന്ന പോലെയാണ് അയാളുടെ ചിരി. നേരെയൊത്ത പല്ലും. നോട്ടം പെട്ടെന്ന് മാറ്റി ഞാൻ ഓടി വീട്ടിലേക്ക്. ചീരുമുത്തശ്ശിയും വന്ന് കയറിയതേ ഉള്ളായിരുന്നു. എവിടെയായിരുന്നിട്ട് ഈ പെണ്ണെ നീ എന്ന ചോദ്യം ഒന്നും ഞാൻ കേട്ടില്ല. നേരെ എൻ്റെ വീട്ടിലേക്ക് ഓടി. അച്ഛനോടും അമ്മയോടും നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അമ്മയോട് മാപ്പ് ചോദിച്ചു കാവിൽ കയറിയതിന്. ദോഷമൊന്നും വരുത്തില്ലേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. മനസ്സിനെന്തോ ഒരിരുത്തം വന്ന പോലെ. ചിന്തകളിലേക്ക് ഊർന്നു പോകാതെ, ഓർമ്മകൾ ശ്വാസം മുട്ടിക്കാതെ ഇരിക്കുന്ന പോലെ. അച്ഛൻ്റെ അമ്മയുടെ മുന്നിലാണ് നിൽക്കുന്നതെങ്കിലും കണ്ണിലും നെഞ്ചിലും മുഴുവൻ ആ നീലക്കണ്ണുള്ള മനുഷ്യൻ. അയാളുടെ ചേരിനേക്കാൾ അയാളുടെ കണ്ണുകൾക്ക് ഒരുപാട് കഥ പറയാനുള്ള പോലെ ഒരു തോന്നൽ. ആ കണ്ണുകൾ എൻ്റെ പേര് വിളിക്കും പോലെ ഒരു തോന്നൽ. ഇരുട്ടിൽ ആരോ എനിക്ക് കൂട്ടിരിക്കുന്ന ഒരു തോന്നൽ. അങ്ങനെ എന്തൊക്കെയോ ആരെയൊക്കെയോ ജീവിതത്തിൽ തിരിച്ചു വന്ന ഒരു വെറും തോന്നൽ. ആമി എന്നുള്ള നീട്ടുവിളി കേട്ട് ഞാൻ ചീരുമുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി. കഞ്ഞി കുടിക്കുമ്പോഴും എൻ്റെ ചിന്തയൊക്കെ കാവിലും ആ നീല കണ്ണുള്ള മനുഷ്യനിലും ഉടക്കി നിന്നു. മുത്തശ്ശി ചോദിച്ചതോ പറഞ്ഞതോ ഒന്നും ഞാൻ കേട്ടില്ല. അല്ലെങ്കിലും മനസ്സിൽ ഭയങ്കര കാര്യമായിട്ട് എന്തെങ്കിലും കയറിക്കൂടിയ പിന്നെ ഇറങ്ങിപ്പോവാൻ നല്ല പാടാ. പണ്ടിങ്ങനെ അച്ഛൻ പറയാറുള്ളൊരു കഥയുണ്ടായിരുന്നു. പറക്കും കുതിരയൊക്കെയുള്ളൊരു നാട്, മരതകവും പവിഴവും ഒക്കെയുള്ളൊരു സ്ഥലം, എല്ലാവർക്കും ഓരോ മാന്ത്രിക ശക്തിയുള്ളൊരു നാട്. ചിലർക്ക് ഭാവി കാണാം, ചിലർക്ക് മുറിവുകൾ നിമിഷ നേരം കൊണ്ട് ഉണക്കാം, ചിലർക്ക് കണ്ണടച്ചെല്ലാം ചെയ്യാം, മറ്റു ചിലരോ വെറുതെ ഒരു പുസ്തകം നിമിഷങ്ങൾ കൊണ്ട് തന്നെ വായിച്ചു തീർക്കും. അങ്ങനെ അങ്ങനെ പല പല മാന്ത്രിക ശക്തിയുള്ള ആൾക്കാർ നിറഞ്ഞ ഒരിടം. അവിടെ എല്ലാവരും ഇങ്ങനെ നന്നായിട്ട് ജീവിക്കുന്നു. ആ ഒരു കഥ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. അങ്ങനെയുള്ളൊരു നാട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേനെ. എന്നിട്ട് അവിടെ മരിച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ആരെയെങ്കിലും കണ്ടുപിടിച്ചേനെ. എന്നിട്ട് അമ്മയെയും അച്ഛനെയും തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയേനെ. അത് പറ്റിയില്ലെങ്കിൽ അവരോട് മിണ്ടാനെങ്കിലും പറ്റുന്ന മാന്ത്രിക ശക്തിയുള്ള ആളെ കണ്ടുപിടിച്ചേനെ. അങ്ങനെയായിരുന്നേൽ അവരോട് കഥകളൊക്കെ പറയായിരുന്നു. ഒരുപാട് കഥകൾ എനിക്ക് പറയാനുണ്ട്. എങ്ങനെയാണ് ഞാൻ വിഷമിച്ചതെന്നും എങ്ങനെയാണ് ആ മനുഷ്യനെ കണ്ടതെന്നും കാവിൻ്റെ ഉള്ളിൽ കയറിയതും അങ്ങനെ എന്തോരം വിശേഷങ്ങൾ എനിക്ക് പറയാനുള്ളത്. അപ്പവും കാർത്തും മിണ്ടാത്തതും, എല്ലാവരും ആമയൊരു ഭാരമായിട്ട് കാണുന്നതും, എല്ലാവർക്കും ആമയൊരു ശല്യമാണെന്ന് തോന്നുന്നതും ഒക്കെ. പിന്നെ ചീരുമുത്തശ്ശീനെ പറ്റി പറയണം. ആമീനെ കുറേ സ്നേഹിക്കുന്നുണ്ട്. ആമയുടെ എല്ലാ കാര്യം നോക്കുന്നത് ഇപ്പം മുത്തശ്ശിയാണ്. എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കാണൂലേ നമ്മുടെ കൂടെ ഇങ്ങനെ തണലായിട്ടും താങ്ങായിട്ടും. ആമയ്ക്കിപ്പോൾ അത് ചീരുമുത്തശ്ശിയാണ്. ഇതിനെപ്പറ്റി ഒക്കെ എനിക്ക് പറയണം. ഒരുപാട് നേരം അച്ഛൻ്റെ അമ്മയുടെയും കണ്ണേ നോക്കി പറയണം. പിന്നെ ഞാൻ എന്നോട് തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യം, മാസമുറയ്ക്ക് കാവിൻ്റെ അകത്ത് കയറിയ മരിച്ചു പോകുമെന്നല്ലേ പറഞ്ഞേ. ഞാൻ കാവിൻ്റെ ഉള്ളിൽ കയറി വിളക്കിൻ്റെ അവിടം വരെ നിന്നു. എന്നിട്ടും എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വെറും നുണയാണോ? പക്ഷെ അമ്മ നുണ പറയൂ? ഒന്നും മനസ്സിലാവണില്ല. എന്തായാലും എൻ്റെ മനസ്സ് ചെറുതായിട്ട് ആ നീലക്കണ്ണുള്ള മനുഷ്യൻ്റെ കൂടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുക. ഓ, കുക്കർ ബിരിയാണിയുടെ കാര്യം മറന്നുപോയില്ലേ? എൻ്റെ ഈശ്വരാ, അതിനി കരിഞ്ഞു കാണോ?
അങ്ങനെയാണേ ആ പാത്രം കൂടി കഴുകി മനുഷ്യന്റെ നടു ഓടിയും. ഹാവൂ, ഭാഗ്യം കരിഞ്ഞില്ല. അങ്ങനെ വളരെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞാനിതാ ഉണ്ടാക്കി ഈ ഐറ്റം. അപ്പോ എന്നായാലും കുളിച്ചിട്ട് വന്ന് കഴിക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഉറങ്ങണം. അപ്പൊ ആമി, നിനക്ക് വിടാം.